ഒരു 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ കൺസിഡർ യുവർ ചൈൽഡ് ആസ് യുവർ ഫ്രണ്ട്. അവൾ ശരിക്കും ഇന്നലെ വൈകിട്ട് ആത്മഹത്യ ചെയ്യാനിരുന്നതാണ്. കുട്ടിയുടെ ഈ മൊബൈൽ യൂസിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഒരു ക്ലയന്റ് തീരുമാനിക്കുകയാണ് എനിക്ക് മാക്സിമം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രീറ്റ്മെന്റ് വേണം. അപ്പോൾ അത് കവർ ആകപ്പെടുന്ന ഇൻഷുറൻസോ എന്തെങ്കിലും ഗവൺമെന്റ് സ്കീംസോ അവൈലബിൾ ആണ്. പക്ഷെ പല ആളുകൾക്കും ഇങ്ങനെ ഒരു റിമോട്ട് ഏരിയയിൽ വന്ന് താമസിച്ച് സർവീസ് കൊടുക്കുക പലർക്കും പോസിബിൾ അല്ല. ഞാൻ ഇന്നലെ കണ്ട ഒരു യുപിടി ഒരു പെൺകുട്ടി, അവൾ ശരിക്കും ഇന്നലെ വൈകിട്ട് ആത്മഹത്യ ചെയ്യാനിരുന്നതാണ്. പക്ഷെ അവൾ പറഞ്ഞു, എന്നാ പറയുന്നത്, ഞാൻ ഇന്നലെ അറ്റംപ്റ്റ് നടത്താൻ എനിക്ക് അത്രയും തോന്നി, ഞാൻ ബ്ലേഡ് എടുത്തു, ടോയ്ലറ്റിൽ പോയി. ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോഴാണ് ഇന്നലെ ശക്തമായ മഴയിൽ ഞങ്ങളുടെ അപ്പുറത്തെ ഒരു മരം ഒടിഞ്ഞു വീണത്. അപ്പൊ അത് എന്നെ നോക്കിയിട്ടാട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഏറ്റുപോയി. അപ്പൊ അവിടുത്തെ ആൾക്കാരും ബഹളം വന്നപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ആ ഫോക്കസ് പോയി. അപ്പൊ ആ കുട്ടിക്ക് ഒരു ഡിസ്ട്രാക്ഷൻ കിട്ടിയപ്പോൾ തന്നെ നോക്കി ആ നീഡ് മാറി. ഓക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ലോങ് സ്റ്റാൻഡിങ് ഒരു തെറപ്യൂട്ടിക് അലിയൻസ് വേണം. അയാൾക്ക് അങ്ങനത്തെ ഒരു ക്രൈസിസ് വരുമ്പോൾ അയാളെ ഒന്ന് എഫക്റ്റീവ്ലി സപ്പോർട്ട് ചെയ്യാൻ, ഡിസ്ട്രാക്ട് ചെയ്യാൻ, വെന്റ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെയാണ്, അതൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഓർക്കണം, ഈ ഒരു ക്രൈ ഫോർ ഹെൽപ്പിൽ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് സിസ്റ്റം. ഇപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ ഫാമിലി സെറ്റപ്പിനകത്ത് കുറച്ച് പ്രശ്നമുണ്ടെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതായത് നമ്മുടേത് ഇപ്പോഴും ഒരു നമ്മുടെ സൊസൈറ്റി സ്ട്രക്ചറിനകത്ത് കുറേ നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടേത് ഇപ്പോഴും ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടേത്. പക്ഷെ അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഒരു ഡെമോക്രാറ്റിക് കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നേ മതിയാവും. നമ്മുടെ പേരന്റിങ് വരെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ഒരു വീടെടുത്താല് നമ്മുടെ ഒരു വീട്ടില് യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ കരുതുന്ന ഒരു മോഡല് ഒരു 0 to 3 ഇയർ നമ്മുടെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് നല്ല എക്സ്പോഷർ കൊടുക്കണം, ആ കുട്ടിയെ കളിപ്പിക്കണം, ആ കുട്ടിയോട് ടൈം സ്പെൻഡ് ചെയ്യണം. നമുക്കൊരു കുഞ്ഞുണ്ടായി സഫീഷ്യൻറ്റ് ടൈം ഒരു കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒരു ഫാദറിനും മദറിനും ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം തീർച്ചയായിട്ടും ഒരു 3 വയസ്സ് വരെ നിങ്ങളുടെ കുട്ടിക്ക് ഫാദറിനെയും മദറിനെയും അവൈലബിൾ ആകണം. ആ കുട്ടിയുടെ കൂടെ കളിക്കണം, ആ കുട്ടിക്ക് സെൻസറി മോട്ടോർ എക്സ്പോഷർ കൊടുക്കണം. ഇനി ഒരു 3 to 12 ഇയർ ഞാൻ കരുതുന്നത് അപ്പോൾ അതായത് പറയും 0 to 3 ഇയർ കൺസിഡർ യുവർ ചൈൽഡ് ആസ് എ ഗസ്റ്റ് ഓർ എ കിങ്. ഒരു 3 to 12 ഇയർ കൺസിഡർ യുവർ ചൈൽഡ് ആസ് എ സെർവൻറ്റ്. സെർവൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മോഡേൺ സെർവൻറ്റ് കൺസെപ്റ്റ് ആണ് കേട്ടോ, അടിയിടി അല്ല. മറിച്ച് ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് മുതൽ ഇങ്ങോട്ട് നോക്കി ഒരു 12 വയസ്സാകുന്ന കുട്ടിയെ കൊണ്ട് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനും സ്വന്തമായിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യാനും സ്വന്തമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഈവൻ നമ്മൾ ഓർത്ത് നോക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട അവസ്ഥയാണ്, ഹോംവർക്ക് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥയാണ്, അത് ഒരു കുട്ടി കഴിപ്പിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പം ഞാൻ കരുതുന്നത് ഈ നമ്മുടെ പേരൻറ്റിങ്ങിനകത്ത് ഏറ്റവും 2 ദുരന്തം കഴിപ്പിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു ജീവിക്ക് വിശപ്പെന്ന് പറയുന്നത് എത്ര നൈസർഗികമായി നാച്ചുറലായിട്ട് പ്രതിഭാസമാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിനകത്ത് നിന്ന് ഒരു സോളിഡ് ഫുഡിലേക്ക് വരുമ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന കുറുക്കും ഈ സാധനമൊക്കെ അരുചിയായിട്ട് തോന്നും. അപ്പം ഞാനെടുത്ത് അത്രയും കുറുക്ക് ഈ കുഞ്ഞിൻ്റെ വയറ്റിൽ എത്തിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പേരൻ്റൽ സ്കില്ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഫോൺ കാണിച്ചും സ്ക്രീൻ കാണിച്ചും ഒക്കെ ആയിട്ട് ആ കുട്ടിയുടെ ആകാംക്ഷയുടെ വാ വിളിക്കുന്ന കുട്ടിയുടെ വായിലേക്ക് നമ്മളത് വെച്ചു കൊടുക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ അവിടെ മുതലേ തന്നെ ഈറ്റിംഗ് ബിഹേവിയറിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇനി പിന്നീട് കുട്ടി എന്ത് പറ്റും, പതുക്കെ കുട്ടിക്ക് നല്ല സ്വീറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡേ കുട്ടി കഴിക്കുള്ളൂ. അപ്പോൾ അത് തരുവാണെങ്കിൽ ഞാൻ കഴിക്കാം, ഇല്ലെങ്കിൽ ഞാൻ കഴിക്കൂല. അപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ ഫാമിലിയിൽ നമ്മൾ പറയുന്നതാണ് കുട്ടികൾ കഴിക്കുക എന്ന് പറയുന്നത് പേരൻസിൻ്റെ ആവശ്യമായി. കുട്ടികൾ അജിറ്റേറ്റ് ചെയ്യുന്ന ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അവിടെ വിശപ്പെന്ന് പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ആ ഫീലിങ്ങിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് അതെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ കാര്യമാണ് പഠിപ്പിക്കുക. ഈ ലേണിംഗ് എന്ന് പറയുന്നത് അതിൽ തന്നെ എന്തൂസിയാസമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ സ്കൂളുകളും ഒക്കെയും ആ എന്തൂസിയാസമാണ് കുട്ടികളെ ഉണ്ടാക്കേണ്ടത്. പക്ഷെ മറിച്ച്
ഇവരെ ടാസ്കുകൾ വെച്ച്, ടാർഗറ്റുകൾ വെച്ച്, ഇവരെ ഈ ഹോംവർക്കുകൾ ചെയ്യിപ്പിച്ച് അവകാശം ഉണ്ടാക്കുവാണ്. സ്കൂളിൽ നിന്ന് പുറമെ വീട്ടിൽ വന്നാൽ പഠിക്കട. അതങ്ങനെ കുട്ടികൾക്ക് പഠിത്തത്തോടുള്ള നാച്ചുറൽ ക്യൂരിയോസിറ്റി നഷ്ടമാകുന്നു. കുട്ടികൾ വെക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത്, എനിക്ക് മൊബൈൽ തരുവാണെങ്കിൽ, എനിക്ക് ടാബ് തരുവാണെങ്കിൽ ഞാൻ പഠിക്കാം. അപ്പം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പരീക്ഷയായി. അപ്പോൾ പരീക്ഷയായിട്ടുള്ള കുട്ടികളെ ഡിസ്ട്രാക്ഷൻ വരരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എത്രയും ഫെസിലിറ്റി കൊടുത്താണെങ്കിലും അവരെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക. അപ്പം ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് വരും. പക്ഷെ അങ്ങനല്ല. ഞാൻ പറയുന്നത്, ഇന്ന് പല പേരൻസും എൻ്റെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കുന്നത്, കുട്ടിയുടെ ഈ മൊബൈൽ യൂസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത്, മൊബൈൽ യൂസിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ പേരൻസ് സ്ക്രീനിനെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കണം. അപ്പം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് വീട്ടിൽ ജോലിയില്ലാത്ത ആളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വീട്ടിലെ അടുക്കളപ്പണി മുഴുവൻ ചെയ്യുന്നത് വീട്ടിലെ അമ്മയാണെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കാത്തത് അമ്മയായിരിക്കും. അപ്പൊ അമ്മയ്ക്ക് ഫോൺ ഉപയോഗിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ജോലി തീർത്തിട്ടേ ഫോൺ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ജോലി കഴിഞ്ഞ് വരുന്ന അച്ഛൻ കരുതുന്നത്, ഞാനിരുന്നുകൊണ്ട് എനിക്ക് 100 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഓരോന്നിനും കമന്റ് ഇട്ടിട്ട് ഇത് കാണുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഫോൺ അവരുടെ ലൈഫിന്റെ ഭാഗമാണ്. പക്ഷെ മറിച്ച് നമുക്ക് വേണ്ടത്, ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഡെമോക്രാറ്റിക് രീതിയിൽ എല്ലാവർക്കും കൂടെ ജോലി ചെയ്തുകൂടെ, ഒരു വീട്ടിലെ വർക്കുകൾ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തുകൂടെ. അപ്പോൾ ഒരു കുട്ടിക്ക് അവനവൻ്റെ പ്രായത്തിൽ ചെയ്യാൻ കഴിയുന്ന ജോലികൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അത് ചെയ്യിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കൾ ആ ജോലിക്കകത്ത് കൂടണം. അപ്പം അങ്ങനെ കൂടുമ്പോൾ സ്ക്രീൻ ടൈം ഓട്ടോമാറ്റിക്കലി ഒരു കോമൺ സ്ക്രീൻ ടൈമായി മാറും. അപ്പം അത് അങ്ങനെയല്ലാതെ കുട്ടികളുടെ 2 ജോലി, കഴിക്കുക, പഠിക്കുക, ഇത് കുറച്ച് സമയം മാത്രം വേണ്ടുന്ന കാര്യമല്ലേ. അപ്പം തീർച്ചയായിട്ടും ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യും, കുട്ടികൾ പറയും എനിക്ക് ബോറടിക്കുന്നു. അപ്പൊ കുട്ടികളുടെ ബോറടി മാറ്റുക എന്നുള്ളത് പേരൻസിന്റെ ബാധ്യതയാവുന്നു. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടത്, നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടത് കളിക്കളങ്ങളാണ്. അവർക്ക് കുട്ടികൾ ഇന്ന് എവിടെയാണുള്ളത്? കളിക്കളത്തിലില്ല, ഒരു പൊതുസ്ഥലത്തില്ല, ഒരു 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 കവിതയ്ക്കകത്ത് പറയുന്ന പോലെ നമ്മുടെ കുട്ടികൾ എവിടെയാണ്? കളിക്കളത്തിലില്ല, സമരങ്ങളിലില്ല, സ്കൂളുകളിലില്ല, കല്യാണത്തിലില്ല. അവരെല്ലാവരും ഫോണിലാണ്, സ്ക്രീനിലാണ്. അപ്പം അവരങ്ങനെ ആക്കിയതിനകത്ത് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പം നമുക്ക് അവരെ ജീവിക്കാൻ പഠിപ്പിക്കണം. അപ്പം ഞാൻ കരുതുന്നത്, ആ ജീവിക്കാൻ പഠിപ്പിക്കലാണ് 3 to 12 ഇയർ. ഇനി 12 ഇയർ കഴിഞ്ഞൊരു കുട്ടിയോട് പേരൻസ് ഉണ്ടാവേണ്ട അപ്രോച്ച് എന്ന് പറയുന്നത് ആ പഴയ സെർവൻറ്റ് മോഡല്ല. പിന്നെ അവനെ കൊളീഗായിട്ട് കാണണം. അവനോട് കുറച്ചുകൂടെ മര്യാദയ്ക്കും റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കണം, താനെന്ന് വിളിക്കണം. അപ്പം ആ ഒരു എന്നാ പറയുന്നത്, കുറച്ച് അവന് ഒരു അഡോളസെന്റ് ആയിട്ടുള്ള കുട്ടിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അവനെ കുറച്ച് നേരം തനിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ലെറ്റ് ഹിം സിറ്റ്, ഓക്കെ. പക്ഷേ അവൻ ഓർഡർ ചെയ്യുമ്പോൾ ഭക്ഷണം കൊണ്ട് കൊടുക്കലില്ല അച്ഛൻ്റെ അമ്മയുടെ ജോലി. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, കഴിക്കാം, ഓക്കെ. അവൻ്റെ മൂഡിനെ മനസ്സിലാക്കണം. അവൻ്റെ കൂട്ടുകാരോട് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. എല്ലാത്തിനും കുട്ടികളെ നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് കാണുമ്പോൾ കുട്ടികൾ അതിനകത്ത് ബദൽ സാധനങ്ങൾ കാണും. അപ്പം ഇനി ഒരു 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ കൺസിഡർ യുവർ ചൈൽഡ് ആസ് യുവർ ഫ്രണ്ട്, എക്സാക്ട്ലി ആസ് എ ഫ്രണ്ട്. അപ്പം അവനോട് നമ്മുടെ വിഷമങ്ങൾ നമുക്ക് പറയാൻ പറ്റും, എങ്കിലേ അവൻ്റെ വിഷമങ്ങളും ഒക്കെ നമ്മളോടും പറയുള്ളൂ. ഇങ്ങനെ ഒരു 12 വയസ്സിന് ശേഷം നമ്മൾ നോക്കിയാൽ അറിയാം, 12 വയസ്സ് വരെ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം കുട്ടികളാണ്. 12 വയസ്സിന് ശേഷം പിന്നെ അകൽച്ചയായി, അച്ഛനും അമ്മയും വേറെ, മക്കൾ വേറെ. അപ്പൊ ഈ നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന ആൾക്കാരും അധികവും ഈ 12 വയസ്സിന് ശേഷമുള്ള അഡോളസൻസ് യങ് കുട്ടികളും പേരൻസുമായിട്ടുള്ള ക്രൈസിസ് ആണ്. അത് നമ്മളുടെ ഈ സിസ്റ്റത്തിനകത്തുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ 12-25 വയസ്സിനിടയ്ക്കാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മളെ പഴയ ഇപ്പം കുട്ടികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ 12 വയസ്സ്, അപ്പോൾ നമ്മൾ വിചാരിക്കും, എടാ തിന്ന മാത്രം കഴുകടാ. അതായത് 12 വയസ്സ് വരെ തിന്ന മാത്രം കഴിക്കാത്തവനോട് അവനോട് 12ാമത്തെ വയസ്സിൽ എടുക്കടാ, കഴിക്കടാ, പിടിക്കടാ, പഠിക്കടാ എന്നല്ല പറയണ്ടേ. അവനെ അതിനകത്ത് അവൻ്റെ കൂടെ നിന്ന് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ട്രാൻസിഷൻ. ആ ട്രാൻസിഷൻ നമുക്കറിയില്ല. അപ്പം അത് പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ നമ്മളീ പറയുന്ന പോലത്തെ നമ്മുടെ കുട്ടികൾ വഴക്ക് കേൾക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അവരോട് അബ്യൂസീവ് ആകണമെന്നോ അവരടിക്കണമെന്നോ അല്ല. നമുക്ക് ഡിസഗ്രിമെൻ്റ് വരുമ്പോൾ ഒരു 3 വയസ്സിന് ശേഷം 12 വയസ്സുള്ള കുട്ടികളോട് ഡിസഗ്രിമെൻ്റ് ആയിട്ട് പറയണം, ഓക്കെ. അതല്ലാതെ അവനൊരു വിഷമം കേൾക്കാതെ, ഒരു വഴക്ക് കേൾക്കാതെ, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ റിജക്ഷൻ അവനുണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്.
അവൻ മോശം കാര്യങ്ങൾ ചെയ്താൽ അവനെ നമ്മൾ മാറ്റി നിർത്തണം. അതൊക്കെ പാർട്ട് ഓഫ് ഒരു മച്ചുറേഷനാണ്. അങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ 12 വയസ്സ് വരെ കുട്ടികളെ പാമ്പർ ചെയ്തിട്ട് പിന്നീട് അഡോളസെൻ്റ് ആകുമ്പോൾ നമ്മൾ വെക്കുന്ന ചെറിയ റിജക്ഷൻ വരെ അവർക്ക് ഇൻടോളറൻ്റ് റിജക്ഷൻസ് ആയിട്ട് വരികയും അത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബിഹേവിയറുകളൊക്കെ അവരെ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. ശരി, ഇനി നമുക്ക് മാക്സിമിൻസിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ മാക്സിമിൻസ് എന്ന് പറയുന്ന ഒരു യുണീക്ക് അപ്രോച്ച് ആണെന്ന് എന്നോട് സാറ് മുമ്പ് പറയുണ്ടായി. ഈ മാക്സിമിൻസിനെ എന്താണ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിഫറെൻ്റ് ആക്കുന്നത്? ഒന്ന്. രണ്ടാമതൊരു കാര്യം, ആസ് എ എന്റർപ്രനർ എന്തെല്ലാം ചലഞ്ചസ് ആണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നേരിടുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നിലയിൽ എൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് ഇങ്ങനെ ഒരു വെഞ്ചറിനകത്ത് ഒരു കോ ഫൗണ്ടറായി വരാൻ കഴിഞ്ഞു എന്നുള്ളത്. സത്യത്തിൽ ഈ മാക്സ് മൈൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ജോസഫിൻ്റെയാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കാലത്ത് നമുക്ക് മെൻ്റൽ ഹെൽത്ത് മേഖലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുള്ള ഒരു ചിന്ത തോന്നിയ കുറച്ച് ചെറുപ്പക്കാർ ഒരുമിച്ച് ചേർന്ന്, നമുക്കറിയാം കേരള മോഡൽ ഹെൽത്ത് വളരെ ഫേമസ് ആണ്, പക്ഷേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സെൻ്ററുകളുടെ അവസ്ഥ ഏറ്റവും ശോചനീയവും. അതായത് ഇപ്പോഴും വളരെ സ്റ്റിഗ്മ ഉള്ള 15-20 കൂട്ടുകൾക്കുള്ളിൽ കഴിയുന്ന സ്ഥലങ്ങൾ തന്നെ അങ്ങനെ അറിയപ്പെടുന്നുണ്ടല്ലേ, ഊളംപാറ. ഒരു ഹൈ ക്ലാസ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെ പോയി വേണമെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാം. ഒരു ലോ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ഏതുതരം സെറ്റിങ്ങിനോടും അവർ അഡാപ്റ്റഡ് ആവും. പക്ഷെ കേരളം പോലെയുള്ള ഒരു മിഡിൽ ക്ലാസ് സെറ്റിങ്ങിൽ നല്ല ഭക്ഷണം കഴിച്ച്, ഡിഗ്നിറ്റിയുള്ള വസ്ത്രം ധരിച്ച്, നല്ല ഒരു സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, വൃത്തിയുള്ള സറൗണ്ടിങ്ങിൽ മെൻ്റൽ ഹെൽത്ത് പരിപാലിക്കപ്പെടുക എന്നുള്ളത് ഒരു വലിയ നീഡാണ്. പക്ഷെ അങ്ങനെ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ മാക്സ് മൈൻഡ് തുടങ്ങിയ 2015, 16, 17 കാലത്ത് വളരെ വിരളമായിരുന്നു. അപ്പം അങ്ങനെ ഒരു മാറ്റം ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു കൺസെപ്റ്റ് വിഭാവന ചെയ്തത്. അപ്പം അതിൽ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഓപ്പൺ സൈക്യാട്രി എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ യൂണിഫോം ഇടിയിച്ച് എവിടെയും പൂട്ടിയിടുന്നതിന് പകരം നമ്മളൊരു അക്യൂട്ടായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ മാക്സ് മൈൻഡ് ഒരു പേഷ്യൻ്റ് വന്നാൽ നമ്മൾ അവരെ ആദ്യം ഒരു ഇവാലുവേഷൻ നടത്തും. ഒരു ഇവാലുവേഷൻ നടത്തി അയാളുടെ പ്രോബ്ലം എന്നാണെന്ന് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ജഡ്ജ് ചെയ്ത് നമ്മളൊരു ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ ഉണ്ടാക്കും. ഓരോരുത്തർക്കും എന്താണ് വേണ്ടത്. അപ്പം നമ്മളിവിടെ ഒരു 10 പേഷ്യൻറ്റിന് ഒരു കൗൺസിലർ വെച്ച് നമുക്കുണ്ട്. അപ്പം ഈ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ അവരെപ്പോഴും ഉണ്ടാവും, അവരുടെ എല്ലാ കാര്യങ്ങളും ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ട്. ഇനി ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോസ്റ്റ്ലി മരുന്ന് കഴിക്കുക, കിടക്കുക എന്നുള്ളതല്ല, ഇവരെ ഒന്ന് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമ്മൾ പറയും ഈ നേച്ചർ ഈസ് ദ ബെസ്റ്റ് ഫിസിഷ്യൻ ആൻഡ് ഒക്യുപ്പേഷൻ ഈസ് ദ ബെസ്റ്റ് തെറപ്പി. അപ്പം ഒരു ഇഫക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഇവർക്ക് കൊടുക്കണം. ഇപ്പം നമുക്കറിയാം ഒരു സൈക്കോട്ടിക് പേഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഇൻറ്റേർണൽ വേൾഡിലാണ്. അവർ ആ ഇൻറ്റേർണൽ തോട്ട്സും ഇൻറ്റേർണൽ സെൻസേഷനിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതിനെ ഒന്ന് മാറ്റി ശരിക്കും അവർക്ക് നമ്മളിവരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് ഇവരുടെ കമ്മ്യൂണിക്കേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാം, സ്കിൽ ട്രെയിനിങ്ങുകളെ ഫെസിലിറ്റേറ്റ് ചെയ്യാം, പേഷ്യൻറ്റിനെ തന്നെ ഒരു പിയർ ഗ്രൂപ്പുകളാക്കുക. ഇപ്പം ആൽക്കഹോളിക്സിന് ഏതെങ്കിലും ഒരു കൗൺസിലർ വന്നിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല, ആ ഗ്രൂപ്പിനെ ഒരുമിച്ചിരുത്തി ഗ്രൂപ്പ് ഡൈനമിസം പേഷ്യൻറ്റിനെ കൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യിപ്പിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മോഡലിലാണ് നമ്മളതിനെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനത്തെ ഒരു സെറ്റിങ് ഈ അരവഞ്ചാലിൽ ഡെവലപ്പ് ചെയ്യുമ്പം നമുക്കറിയാം ഒരു നാട്ടിൻപുറത്ത് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിനെ കുറിച്ച് അത്ര വലിയ ധാരണയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭ്രാന്താശുപത്രി വരുന്നു എന്നായിരുന്നു ആദ്യത്തെ കൺസെപ്റ്റ്. ഒരു ഷിജു കാനായി എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ മാക്സ് മൈൻഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മെൻ്റൽ ഹെൽത്ത് തീം വരുന്ന ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. അപ്പം അത് അത്യാവശ്യം അന്താരാഷ്ട്ര ലെവലിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ അതിലൊരു ജൂറി കമൻറ്റ് ചെയ്തായിരുന്നു, നിങ്ങളുടെ കൺസെപ്റ്റ് നല്ലതാണ്, പക്ഷേ നിങ്ങളതൊരു റിയൽ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ വെച്ച് ഷൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇഫക്റ്റ് കിട്ടിയാണ്. ഷിജു ഖാനായിക്ക് അത് നെഗറ്റീവായിട്ട് തോന്നിയെങ്കിലും ഞങ്ങൾക്കത് സന്തോഷം തോന്നി. കാരണം അത് ഷൂട്ട് ചെയ്തൊരു മെൻ്റൽ ഹെൽത്ത് സെൻ്റർ തന്നെയാണ്. പക്ഷെ കാണുന്ന ആളുകൾക്ക് അത് മെൻ്റൽ ഹെൽത്ത് സെൻ്ററായിട്ട് തോന്നുന്നില്ല. തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്തിനെ സ്റ്റിഗ്മാറ്റൈസ് ചെയ്യുന്നതിനകത്ത് നമ്മുടെ ഇങ്ങനെയുള്ള
പേഷ്യൻസിനും ഒരു പങ്കുണ്ട്. ഇതിനെ ഒരു ഫുള്ളി ലോക്ക്ഡ് ആയിട്ടുള്ള സിംഗിൾ ബിൽഡിംഗ് എന്ന് മാറ്റി നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്യാമ്പസിനകത്ത് പേഷ്യൻസിന് ഫ്രീലി മൂവ് അറൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ്. അപ്പൊ അതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ പേഷ്യൻസിനെ ഹൈ ഡോസ് മെഡിസിൻ കൊടുത്ത് കെമിക്കലി റീസ്ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ചങ്ങലയും ഇട്ട് കെട്ടിയിടുക, അങ്ങനെ ആയിരുന്നില്ല. അപ്പം നമ്മളൊരു ഇനീഷ്യൽ ഒരു ഫേസ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഫ്രീലി മൂവ് അറൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കറിയാം ചില പേഷ്യൻസ് ചില പെർട്ടിക്കുലർ ഫേസിൽ ചിലപ്പോൾ ഇവിടുന്ന് അബ്സ്റ്റോണ്ട് ചെയ്യും, ചാടിപ്പോകും. അപ്പം ചാടിപ്പോകുന്ന ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ളതല്ല, അവർ സേഫായിട്ട് അവരെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ചില സമയത്തൊക്കെ ആളുകൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുറേ നാൾ മുമ്പ് നമ്മുടെ പേഷ്യൻ്റ് ചാടിയപ്പം ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ആണ്, നമ്മുടെ ഈ നാട്ടുപ്രദേശത്ത് പോയതാണ്, മാക്സ് മൈൻഡിൽ നിന്ന് ഒരു പ്രാന്തൻ ചാടിയിട്ടുണ്ട്, നമ്മുടെ സ്ത്രീകളും കുട്ടികളും സൂക്ഷിക്കുക. ഓക്കെ, ഇത് പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ. അപ്പം അവരും ഒരു സാധാരണ മനുഷ്യരാണെന്നും അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ വന്ന സമയത്ത് അവർ ഇറങ്ങിപ്പോയതാണെന്നേ ഉള്ളൂ. പക്ഷെ അതിനൊക്കെ നമ്മൾ പല രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത്, അപ്പം അതൊക്കെ ഈ ഒരു നാട്ടിൽ ഒരു ഓൺട്രപ്രണർ, എൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് നമ്മളെ ആൾക്കാർ ക്രോസ് ചെയ്യുന്ന രീതിയിലേക്ക്, നമ്മളെന്തോ നെഗ്ലിജൻസ് കൊണ്ടാണ് പേഷ്യൻസിന് ചാടിപ്പോകുന്ന രീതിയിലൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥിതിയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരുടെ കുറ്റമൊന്നുമല്ല, ആളുകൾ മാനസിക രോഗം വന്ന ആളുകളെ കുറിച്ച് കരുതുന്നത് അങ്ങനെയാണ്, അതിൻ്റെ കുഴപ്പമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുമ്പം ഒന്ന് നമ്മൾ കുറച്ച് റിമോട്ട് ഏരിയയിലായതുകൊണ്ട് പേഷ്യൻറ്റിന് അത് വളരെ, ഫാമിലിക്ക് അത് വളരെ ഗുണകരമാണ്. എന്നുവെച്ചാൽ ഒരു ഉയർന്ന സ്ഥലത്ത് നല്ല സ്വച്ഛമായിട്ടുള്ള ഒരു ശാന്തമായ ഒരു എൻവയറമെൻറ്റിൽ നല്ല ഫ്രഷ് എയറും ഒക്കെ ശ്വസിച്ച് കഴിയാൻ കഴിയുന്നു. പക്ഷെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ആവശ്യമാണ്. പക്ഷെ പല ആളുകൾക്കും ഇങ്ങനെ ഒരു റിമോട്ട് ഏരിയയിൽ വന്ന് താമസിച്ച് സർവീസ് കൊടുക്കുക പലർക്കും പോസിബിൾ അല്ല. മാത്രമല്ല, ടു ബി വെരി ഫ്രാങ്ക്, നമ്മളിന്ന് ഫേസ് ചെയ്ത മറ്റൊരു വലിയ പ്രശ്നം, നല്ല ക്വാളിറ്റിയുള്ള ആളുകളൊക്കെയും നിൽക്കുന്നില്ല, അവരൊക്കെയും എംബ്രോയിഡറിക്ക് പോവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊഫഷണൽസ് നിൽക്കാത്തത് നമ്മുടെയും സ്ട്രെയിൻ ഒരുപാട് കൂട്ടുന്നുണ്ട്. ഒരു ഓൺട്രപ്രണർ എന്ന നിലയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി രണ്ട്, നമുക്കറിയാം മെൻ്റൽ ഹെൽത്ത് ഇന്ന് എല്ലാവർക്കും അഫോർഡബിൾ അല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം ഒരു 30,000 to 45,000 ഒക്കെ ആകും. അപ്പം അത് ഒരു സമൂഹത്തിലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആൾക്കാർക്കല്ലാതെ സാധാരണക്കാർക്ക് അത് പലപ്പോഴും എടുക്കാനായിട്ട് പറ്റിയെന്ന് വരികയില്ല. എന്നാൽ അവർ ഗവൺമെൻറ് ഓപ്ഷൻസ് ഉണ്ട്, സൗജന്യ ചികിത്സയുണ്ട്. പക്ഷെ അവിടെയൊക്കെയും ഒരു വേണ്ട രീതിയിൽ ക്വാളിറ്റി സർവീസ് കിട്ടാത്തത് കൊണ്ടാണ് പല ആൾക്കാർ ഇങ്ങോട്ട് വരേണ്ടി വരുന്നത്. ക്വാളിറ്റി സർവീസ് മാത്രം തോന്നില്ല, അവിടെ ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പം ഞാൻ ക്വാളിറ്റി സർവീസ് കൊണ്ട് ഉദ്ദേശിച്ചത്, ചില ആൾക്കാർ പറയുന്നത് പല സ്ഥലത്തും എന്നാ പറയുന്നത്, അവിടെയുള്ള അറ്റൻഡേഴ്സിൻ്റെ കയ്യിലൂടെ അവർക്ക് ഈ പറയുന്ന ഡ്രഗ്സ് ഒക്കെ അവൈലബിൾ ആകുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പഴുതടച്ചുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് പേഷ്യൻസിന് അതിന് മുടക്കേണ്ടി വരുന്ന പൈസയും ഒക്കെ വളരെ കൂടുതലാകുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ഓൺട്രപ്രണർ എന്ന നിലയിൽ എല്ലാവർക്കും ആ സർവീസ് എല്ലാവരിലേക്ക് എത്താൻ പറ്റുന്നില്ല, ലിമിറ്റഡ് ആയ ആളുകളിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ ഉള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. ബട്ട് എന്നിരുന്നാലും ബീയിങ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ റണ്ണിങ് എ സെൻറ്റർ, ഞാൻ ഇപ്പോഴും പറയുന്നു, അവൈലബിലിറ്റി അല്ല, അതൊന്നുമല്ല, സ്റ്റിഗ്മയാണ് നമ്മളൊക്കെയും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബാരിയർ. ഗവൺമെന്റ് സ്കീംസോ ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, ഇപ്പൊ ഈ ക്വാളിറ്റി സർവീസ് വേണം, ഒരു ക്ലയന്റിന്റെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ റൈറ്റ് ആണല്ലോ ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒരു ക്ലയന്റ് തീരുമാനിക്കുകയാണ് എനിക്ക് മാക്സിമൻസിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രീറ്റ്മെന്റ് വേണം, അപ്പോൾ അത് കവർ ആകപ്പെടുന്ന ഇൻഷുറൻസോ എന്തെങ്കിലും ഗവൺമെന്റ് സ്കീംസോ അവൈലബിൾ ആണ്? നമുക്കറിയാം, ഒരു ഡെവലപ്ഡ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, പ്രത്യേകിച്ച് ഹെൽത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ അപൂർവം ചില രോഗങ്ങൾക്ക് മാത്രമേ ഇന്ന് നിലവിൽ അങ്ങനത്തെ ഇൻഷുറൻസ് കവറേജുകൾ കൊടുക്കുന്നുള്ളൂ. അതും എല്ലാ കമ്പനികളുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ. അതായത് ഈ മെന്റൽ ഇൽനെസിന്റെ കാര്യത്തിൽ.
ഓക്കെ. അപ്പൊ അവിടെ ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പൊ സ്കീസോഫ്രീനിയ, സിവിയർ ഡിപ്രഷൻ, OCD, ബൈപ്പോളാർ ഇതിനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിന് ഉള്ള സ്വാഭാവികമായിട്ടുള്ള പലർക്കും റിജക്ഷനാണ് വരുന്നത്. റിജക്ഷൻ വരാൻ കാരണം ഇപ്പം നമുക്ക് ഒരു പോളിസി എടുത്തിട്ട് ഇത്ര ടൈം കഴിഞ്ഞിട്ടേ ഇത് വരാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ. പക്ഷെ പല ഇങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ അതും ഒരു IP കെയറിന് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. സാറിന്റെ ഇതുവരെയുള്ള ജേണിയിൽ സാറിന് ഇതുവരെ മറക്കാൻ പറ്റാതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ക്ലയൻസ് കാണും അങ്ങനെയുള്ള ഏതെങ്കിലും സിറ്റുവേഷനോ ക്ലയന്റിനെ പറ്റിയിട്ടോ ഒന്ന് പറയാമോ, മറക്കാൻ പറ്റാത്തൊരാൾ? എൻ്റെ PG എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ വിദേശത്തൊക്കെ പോയി മെൻ്റൽ ഹെൽത്ത് ഈ നമ്മുടെ സൈക്കോളജി തന്നെ ഫീൽഡ് വിട്ടിരുന്നു. പക്ഷെ അവിടുന്ന് ഞാൻ തിരിച്ച് വന്ന് MPhil കയറിയപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാധാ സ്റ്റുഡൻ്റായിട്ട് നടക്കുമ്പം ഒരാൾ അയാൾ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് ഒരു ക്രോണിക് സൈക്കോട്ടിക് പേഷ്യൻ്റ് മ്യൂട്ടാണ്. ഓക്കെ. അപ്പം ഞാൻ ആ പേഷ്യൻ്റെ അടുത്ത്, അറിയാലോ ജാർഖണ്ഡാണ്, റാഞ്ചിയാണ്. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴത്തേന് അയാൾ ഇപ്പം ഞാനിങ്ങനെ ഫോണിൽ കൂടെ ആരോട് സംസാരിക്കുക മലയാളത്തിൽ. അപ്പോൾ അയാൾ എന്നോട് മലയാളത്തിൽ ഇൻട്രാക്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. അപ്പോൾ അതായത് ഈ പേഷ്യൻറ്റിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്ന, പക്ഷെ ഇവനെ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്ന പേര് ലൂസ് എന്നാണ്. ആ ലൂസ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ പേഷ്യൻ്റെ ലൈഫിനകത്ത് ഞാൻ ഇടപെട്ടു. അവന് നമ്മുടെ ഈ ഒരു തമിഴ് മലയാളം മിക്സാണ്, നമ്മുടെ ഉള്ള ഒരു പേഷ്യൻ്റാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ MPhil കഴിഞ്ഞ് വരുമ്പം ഇവനെയും കൂട്ടിക്കൊണ്ട് ഞാൻ വന്ന് ഇവനെ വീട്ടിൽ കൊണ്ടേയാക്കി. ഓക്കെ. എന്നിട്ട് വീട്ടുകാർക്കൊക്കെ ഞാനൊരു എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് അങ്ങനെയാക്കി. ഇവൻ ചെറുപ്പത്തിൽ നാട് വിട്ടു പോയതാണ്. എന്നിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇങ്ങനെ ഡ്രഗ്സും ഒക്കെ ഉപയോഗിച്ച് നടന്ന് മെൻ്റലി ഇല്ലായി ഒരു ട്രെയിനെ കയറി അങ്ങനെ ബീഹാറിൽ വന്നു. ബീഹാറിൽ നിന്ന് പോലീസ് പിടിച്ച് അവനെ ഹോസ്പിറ്റലിലാക്കിയതാണ്. ഏതാണ്ട് 14 കൊല്ലത്തിന് ശേഷമാണ് അവനെ ഞാൻ തിരിച്ച് 14 കൊല്ലമായിട്ട് ഒരു മ്യൂട്ട് പേഷ്യൻ്റായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മെൻ്റൽ ഹെൽത്ത് പേഷ്യൻസ് ഒരിക്കൽ ഒരു മെൻ്റൽ ഇൽനെസ് വന്നാൽ സത്യത്തിൽ അവരുടെ ഒരു വ്യക്തി എന്നുള്ള അവരുടെ റൈറ്റ്സ് ഒക്കെ പോയി ഒരു മൃഗത്തിന് തുല്യമായ എല്ലാവരാലും തള്ളപ്പെട്ട് പോകുന്ന ഒരു ദയനീയ സ്ഥിതി ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുറച്ചുകൂടെ ഇവരെ ഒരു ഫോർ എവർ പേഷ്യൻ്റ് എന്നുള്ള കൺസെപ്റ്റിനകത്തുനിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക, റിക്കവറി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ എൻ്റെ ബേസ് റൂട്ട് നമ്മുടെ പഴയ റോസാണ്. ഓക്കെ. ഇനി ട്രീറ്റ്മെൻറ്റ് കാലത്തേക്ക് വന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട് സ്കീസോഫ്രീനിയ പേഷ്യൻസ്. ഇപ്പം ഞാൻ എൻ്റെ റിസർച്ചൊക്കെയും സ്കീസോഫ്രീനിയ പേഷ്യൻസിലാണ്. ഇപ്പോൾ സ്കീസോഫ്രീനിയ പേഷ്യൻസ് റിക്കവറി, ഇപ്പോൾ ഒരു ക്രോണിക് ഇൽനെസ് ആണ്, റിക്കവറി ഇല്ലാത്തതെന്നാണ് കരുതുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സ്കീസോഫ്രീനിയ നമ്മുടെ മാക്സ്മെൻ്റ് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വളരെ മിനിമൽ മെഡിസിനിൽ ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു സർജൻ എനിക്കുണ്ട്, ഒരു സർജൻ. ഓക്കെ. അപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അയാൾ നമ്മളോട് സംസാരിക്കും. ഓക്കെ. അപ്പം ഒരു സ്കീസോഫ്രീനിക്ക് ഒരാളെ ഒരു വളരെ പതറ്റിക് ആയിട്ടുള്ള കണ്ടീഷനകത്തുനിന്ന് എങ്ങനെ ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് പറയാൻ, ഇപ്പം മാക്സ്മെനെ സംബന്ധിച്ചിടത്തോളം എടുത്താൽ ഏതാണ്ട് ഒരു എണ്ണം പറയാവുന്ന അത്രയും ആളുകൾ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ജോലിയിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ കഥകൾ പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞ് ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആളുകളുടെ കഥ പറയാനുണ്ട്. ഞാൻ പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ആൻ എൻഡ് സ്റ്റോറി. ഒരു മാനസിക രോഗം വരിക എന്ന് പറയുന്നത് ഒരു ദുരവസ്ഥ തന്നെയാണ്. ഈ ദുരവസ്ഥ അവസാനത്തെ വാക്കല്ല, ഒരു റിക്കവറിക്ക് സാധ്യതയുണ്ട്. നമുക്ക് ഒരു ടീം, ഒരു സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കറും നഴ്സസും തെറപ്പിസ്റ്റുകളും ഒക്കെ ജോയിൻ ചെയ്ത് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ കൊടുത്താൽ ഒരു വ്യക്തിയെ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഹസാർഡിനകത്തുനിന്ന് ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ഉള്ളിൽ മാക്സിമൈസ് ചെയ്യാൻ ബാക്കിയായിട്ടുള്ള കുറേ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് കണ്ടെത്തേണ്ടവരാണ് വരുണും ഞാനും എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് ജീവിതങ്ങൾ മാറ്റിമറിച്ച കഥകൾ സാറിന് പറയാനുണ്ടാവും. നമ്മൾ ഇനിയും കാണും.
ഇനി കാണുമ്പോൾ എനിക്കറിയാം പുതിയ കഥകളായിരിക്കും സാറിന് പറയാനുണ്ടാവുക. അന്നേരം നമ്മുടെ ഇപ്പോൾ ഉള്ള മെന്റൽ ഹെൽത്ത് ചലഞ്ചസും സിറ്റുവേഷൻസും ഇനിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മാക്സ് മൈൻഡ്സിനും സാറിനും ഇനി ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കട്ടെ. എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.